ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ചെയ്യാനൊന്നുമുള്ളൊരു മാനസികാവസ്ഥയോ സമയമോ ഇല്ല. പക്ഷേ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഒന്ന് ചെയ്യണമല്ലോ. ചെയ്യാനുള്ള ഒരുപാട് കാരണങ്ങളും വിഷയങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കൂടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു കോമഡി ട്രോളിൽ ഒരു ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിങ്ങനെ പറയാണ്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ടോ? ആ ഒരു ഡയലോഗ്, ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ അല്ല അപ്പോഴേ ചോദിക്കേണ്ടതാണ്, ഈ ഇന്ത്യയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഒരു സൈഡിൽ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വിഷയമൊക്കെ കണ്ടല്ലോ, ചിലർ. പിന്നെ വേറൊരു ഒരു കാര്യം, നമുക്ക് വ്യക്തമായ ഒരു കാര്യം പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച്, അല്ലെങ്കിൽ മനുഷ്യരുടെ ഒരു രീതി അനുസരിച്ച്, നമ്മുടെ പാർട്ടി, നമ്മുടെ മതം, നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ ടീം, അതിൻ്റെ നേതൃത്വം, അതിപ്പോൾ എന്താണെങ്കിലും വലിയ വലിയ രീതിയിലുള്ളതാണെങ്കിൽ അങ്ങനെ അതായത് ടീമെന്നല്ല, പാർട്ടി, മതം, ഇവർ നമ്മൾ കൂടി ഉൾപ്പെട്ടതാണെങ്കിൽ, അത് മതമായാലും പാർട്ടിയായാലും, അവരെന്തൊരു വൃത്തികേട് ചെയ്താലും, എത്ര നാറിത്തരമാണെന്ന് നമുക്ക് തന്നെ ഒരു കോമൺ സെൻസ് വെച്ച്, അല്ലെങ്കിൽ നമ്മുടേതല്ലാത്ത പാർട്ടിയോ നമ്മുടേതല്ലാത്ത മതമോ അതങ്ങനെ ചെയ്യുകയും നമ്മളങ്ങനെ ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അത് മോശമായി പറയാനും അതിനെ വളരെ വിട്ടതാണെന്ന് നമുക്ക് കൃത്യമായി തുറന്നടിച്ച് പറയാനും സാധിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പാർട്ടിയോ നമ്മുടെ മതമത്തിലോ ആണെങ്കിൽ അത് നമുക്ക് നല്ലതായി മാറും എന്ന് പറഞ്ഞാൽ, ഈ മറ്റൊരു ഭാഷ പറഞ്ഞാൽ ഹലാലാവും എന്ന് പറഞ്ഞാൽ ഹലാലാവും. അതായത് അത് പിന്നെ അതിനൊരു ന്യായീകരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. അതായത് എത്ര വൃത്തികേടാണെങ്കിലും, ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ വിഷയമൊക്കെ, ഞാനൊരു പാർട്ടിക്കാരനും അല്ല കേട്ടോ, ഒരു പാർട്ടിക്കാരനും അല്ല. പക്ഷേ ഏത് പാർട്ടിക്കാരും വൃത്തികേടുകൾ കാണുമ്പോൾ, അത് ഉദ്യോഗസ്ഥന്മാരുടെ വർഗമാണെങ്കിലും ഇപ്പം നല്ലതൊന്നും നടക്കുന്നത് കാണുന്നില്ല സത്യം പറഞ്ഞാൽ. പിന്നെ അതുകൊണ്ട് ഇന്നവർ നല്ലവർ ഇന്നവർ മോശം എന്നൊന്നും പറയാൻ തോന്നുന്നില്ല. കാരണം എവിടെ നോക്കിയാലും ഇത് എന്താ ഇങ്ങനെ ആയിപ്പോയേ ഈ രാജ്യം, ഇവിടുത്തെ ആളുകൾ, എന്താണ് ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെ ആയിപ്പോയേ. എല്ലാം തറയാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പും ഏറ്റവും വലിയ കൊള്ളയും ഏറ്റവും വലിയ തട്ടിപ്പുകാരും ക്ലിയർലി ഗവൺമെൻറ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. ക്ലിയർലി അത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഏറ്റവും വലിയ തട്ടിപ്പും, എല്ലാ ഗവൺമെൻറ്റും അല്ല, എല്ലാ സംസ്ഥാനത്തെ ആണെന്ന് തോന്നുന്നില്ല, പക്ഷെ കേരളത്തിലെയും അങ്ങനെ ചിലയിടത്തൊക്കെ, കേരളത്തിലൊന്നും നയിക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തുന്ന ഒരു കമ്പനി, അതായത് ഒരു കമ്പനി, ഗവൺമെൻറ്റിനെ ഒരു കമ്പനിയായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ തട്ടിപ്പ് കമ്പനി ഗവൺമെൻറ്റാണ്. അത് നമുക്കിങ്ങനെ പകല് പോലെ വ്യക്തമാണ്, പകല് പോലെ. പക്ഷേ വിഡ്ഢിക്കഴുതകളായ ജനമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട്, ഈ വിഡ്ഢികൾക്ക്, വിഡ്ഢി എന്ന് പറയാൻ തന്നെ പറയും, വിഡ്ഢികൾക്ക് അത് മനസ്സിലാക്കാനുള്ള സെൻസില്ല, കോമൺ സെൻസില്ല. ഇപ്പോൾ ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി, ഇതുപോലൊരു കമ്പനി, ആ കമ്പനി ഒരു മനുഷ്യന് 1 രൂപയുടെ ബുദ്ധിമുട്ടോ കടമോ വരുത്തി വെക്കുക അല്ല. അതായത് ഒരു നാച്ചുറലായി നടക്കുന്ന, അല്ലെങ്കിൽ ചില പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനി വളർന്നു വരുന്നതിൻ്റെ കാലഘട്ടത്തിൽ, വളർച്ചയിൽ അവരുടേതല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ, വളരെ ചെറുതായ വിഷയങ്ങൾ, ചെറിയ പേഴ്സണൽ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതല്ലാതെ കമ്പനി ഒരു തരത്തിലും ഒരു മനുഷ്യനൊരു കടമോ ഒരു പ്രശ്നമോ ഒരു പറ്റിക്കലോ ഒന്നും നടത്തിയിട്ടില്ലാത്തൊരു കമ്പനിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഏറ്റവും വലിയ തട്ടിപ്പുകാരാണ് ഇതിനെ നിയന്ത്രിക്കുന്നവർ. ഈ കമ്പനിയെ പൂട്ടാനും തുറക്കാനും ഒക്കെയുള്ള അധികാരമുള്ളവരാണ്. അധികാരമുള്ള ആ കമ്പനി, ഏത് ഗവൺമെൻറ് എന്ന കമ്പനിയാണ് ഏറ്റവും വലിയ തട്ടിപ്പ് കമ്പനി. അപ്പോൾ അവർക്ക് നല്ലതൊന്നും സംഭവിക്കുന്നൊന്നും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ലല്ലോ. എന്നാൽ തട്ടിപ്പുകാർക്ക് നല്ലതെങ്ങനെ ഇഷ്ടപ്പെടുക? ഇപ്പോൾ കോടതിയെക്കുറിച്ചൊന്നും ഒന്നും പറയാനൊന്നുമില്ല. എല്ലാത്തിലും എന്തൊക്കെയോ പ്രശ്നം എന്തായാലും ഉണ്ട്. പക്ഷേ നല്ലവരും ഉണ്ട്, കോടതിയിലൊക്കെ കുറേയൊക്കെ നല്ലവരുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതാണ് ഇനി അവസാനത്തെ വിശ്വാസം. അവിടെയും പല പ്രശ്നങ്ങളാണ്. പക്ഷേ നല്ലത് കാണുമ്പോൾ നല്ലതെന്ന് പറയുമല്ലോ. ഇപ്പോൾ ജഡ്ജി ഗോപിനാഥ് സാറ്, അദ്ദേഹം റെസ്പെക്റ്റഡ് ജഡ്ജി, അദ്ദേഹം വളരെ കൃത്യമായി നമ്മുടെ ഹൈറിച്ചിൻ്റെ കേസുകളൊക്കെ കേട്ടിട്ട് നമ്മുടെ ഇപ്പോൾ ഇന്ന് വന്ന അപ്ഡേഷനിൽ കോടതിയിൽ തന്നെ കോടതി വിധി പറഞ്ഞു. അതായത്
വണ്ടികൾ എങ്ങനെ വിട്ടുകൊടുക്കണം, വിട്ടുകൊടുക്കേണ്ടതിൻ്റെ കാരണവും അതിൻ്റെ കൃത്യമായതും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ, അതായത് ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ അധികാരത്തോടെ ഒരു കാര്യം ചെയ്യാൻ പറയാൻ ഏറ്റവും പവറുള്ള ഒരു അധികാര സ്ഥാനമാണ് കോടതി. കോടതി പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെയൊക്കെ പണി. എന്നിട്ട് ഗവൺമെൻറ്റിലെ ഈ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ പണി അതാണ്. ഈ കോടതിയാണ് എന്തായാലും, ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ഏറ്റവും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട, രാജ്യത്തെ എല്ലാ പൗരന്മാരും റെസ്പെക്റ്റ് ചെയ്യേണ്ട, എല്ലാ ഉദ്യോഗസ്ഥന്മാരും റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു സംവിധാനം. ആ കോടതി ഈ കാര്യത്തിലൊരു നടപടി പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു. അതിന് ഒരു എന്താ പറയുക, ഒരു പുൽനാമ്പിൻ്റെ വില പോലും കൊടുക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ടാക്സ് ഒക്കെ അടച്ച് നമ്മൾ ഗതികേടിലാണ് ജീവിക്കുന്നത് എന്നുള്ളതിന് ഇനി ഇതിൻ്റെ അപ്പുറം ഒരു ഉദാഹരണം വേണോ? ഒരു നമ്മൾക്കെല്ലാം വിശ്വസിക്കേണ്ട, നമ്മളൊരു പൗരനായി ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ പൗരൻ എന്ന നിലയിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സിനും, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്മൾ പാലിക്കുന്ന നിയമത്തിനും നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റുകൾക്കും എല്ലാം നമുക്ക് തിരിച്ച് അതിൻ്റേതായ ന്യായം തരേണ്ട കോടതി, ഈ പറഞ്ഞ പോലെ മറ്റ് സിസ്റ്റങ്ങളെല്ലാം ആ ന്യായം കേട്ടനുസരിക്കേണ്ട സിസ്റ്റത്തിൻ്റെ പ്രധാന അധികാരി ഒരു വിധി തന്നിട്ട്, ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് ഒരു റെസ്പെക്റ്റ് പോലും കൊടുക്കില്ലാത്ത ഏതൊക്കെയോ കണ്ട ഊള ബിസിനസ്സുകാരുടെയും കണ്ട ചെറ്റകളുടെയൊക്കെ വാക്കും കേട്ട് അവൻ്റെയൊക്കെ മൂഡ് താങ്ങാൻ വേണ്ടിയിട്ട് ഈ തരം കോടതിയുടെ വിധിക്ക് പോലും വില കൊടുക്കാത്ത, പിന്നെ എങ്ങനെയാ ഇതൊക്കെ, ഈ സംവിധാനം പിന്നെ എങ്ങനെ നടക്കുന്നത്? ആരെ പ്രതീക്ഷിച്ച്, ആരെ റെസ്പെക്റ്റ് ചെയ്ത്, എന്തിനെ റെസ്പെക്റ്റ് ചെയ്താണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത്? അതൊന്നും എനിക്കിനിയിപ്പോൾ ഇതിനകത്തിപ്പം ഇനി എന്താ പറയണ്ടേ? ഇനി ആരോടാ പറയണ്ടേ? നമ്മൾ ഈ കേസൊക്കെ എടുത്തപ്പം സർക്കാർ, കോടതി, ഉദ്യോഗസ്ഥർ, സിസ്റ്റം, അതിൻ്റെ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടൂലേ, തട്ടിപ്പല്ലേ, മറ്റേതല്ലേ, മറിച്ചതല്ലേ, ഇതിലും വലിയ തട്ടിപ്പിനി എന്താണ്? ഇതിലും വലിയ തട്ടിപ്പാണോ ഹൈറിച്ചിൻ്റെത്? കോടതി ഒരു വിധി തന്നിട്ട് ആ വിധിക്കൊരു വില കൊടുക്കാത്തവരല്ലേ തട്ടിപ്പുകാർ? അതല്ലേ തട്ടിപ്പ്? നമ്മളെ പൂട്ടിച്ചു വെച്ചു. അത് കോടതിയല്ല ഹൈറിച്ചിനെ പൂട്ടിച്ചു തുടങ്ങിയത്. പിന്നെ ആ കേസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കേസ് പഠിക്കുക, അതിന് മുന്നോട്ട് പോവുക. അതിലും കുറേയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു. അതറിയാം, താഴത്തെ കോടതിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും നമുക്കറിയാം. എല്ലാത്തിലും കൃത്യമായ ധാരണ നമുക്കുണ്ട്. പക്ഷെ എന്നാലും മേൽക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് എല്ലാവരെയും സ്വാധീനിക്കാൻ പറ്റില്ലല്ലോ എന്നാണൊക്കെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു കോടതി കാര്യമായി പഠിച്ച് തന്നെ ഈ കേസിൽ ഒരു കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഒരു നിർദ്ദേശം കോടതി കൊടുത്തിട്ട് അത് പാലിക്കുന്നില്ല. പിന്നെ ഇപ്പം എന്നാത്തിനാ ഇപ്പം അങ്ങനെയാണെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോടതി ഈ ഹൈറിച്ചിൻ്റെ കാര്യത്തിൽ റിലീസിന് വേണ്ടി ഒരു നടപടി കോടതി പറഞ്ഞാലും ഇവരിത് കേൾക്കുമോ? ഇവരിത് കേട്ടില്ല പിന്നെ എന്ത് ചെയ്യും? പട്ടാളത്തിന് വിളിക്കേണ്ടി വരുമോ? ഈ മറ്റേ ബഡ്സുകാരുടെ ചെവി തുറക്കാൻ പട്ടാളത്തിന് വിളിക്കേണ്ടി വരുമോ? ആരെ വിളിക്കണ്ടേ? ഇനി അവരെയും സ്വാധീനിക്കുമോ? ഇനിയിപ്പോൾ എന്താ, ആരാ വരണ്ടേ? ദൈവമോ? അങ്ങനെ ഒരു പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ ഒന്നും ഇങ്ങനെ ഒരു ഗതിയൊന്നും വരില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇനി അങ്ങോട്ടും നോക്കണ്ട. കോടതി തന്നെ, ബഹുമാനപ്പെട്ട കോടതിയോടുള്ള ബഹുമാനത്തിലാണ് ഞാനൊരു പൗരൻ എന്ന നിലയിൽ ഇത് സംസാരിക്കുന്നത്. ഞങ്ങൾ തെറ്റ് ആരും ചെയ്തിട്ടില്ല. നമുക്കത് ഒരു മനുഷ്യന് ഒരു രൂപയുടെ നഷ്ടമുണ്ടാവണമെന്നുള്ള ഒരു ചിന്തയിൽ ഹൈറിച്ചിൽ ആരും പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും നാളും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമില്ല. എല്ലാവരും രക്ഷപ്പെടണം, നിയമാനുസൃതമായി പുതിയ ടെക്നോളജിയും കാലത്തിൻ്റെ മാറ്റങ്ങളും ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഈ രാജ്യത്തെ ഒരു പാവപ്പെട്ട ജനത എന്ന നിലയിൽ, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഒരു പാവപ്പെട്ട എന്നാൽ ബുദ്ധിയും വിവരമൊക്കെ ഉള്ള ഒരു സമൂഹത്തിന് ഭാവിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു നല്ല ഒത്തൊരുമയുള്ള സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു എന്നുള്ളതല്ലാതെ ഹൈറിച്ച് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഹൈറിച്ച് പ്രവർത്തിച്ച ആരും ചെയ്തിട്ടില്ല. പിന്നെ
എന്താ എത്ര നല്ല വീട് പണിതാലും അങ്ങും ഇങ്ങും മൂലയ്ക്കൊക്കെ ഇച്ചിരി പായൽ പിടിക്കും. അതിനർത്ഥം ആ വീട് മൊത്തം പൊട്ട വീടാണെന്നല്ല. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് കോടതി ഇതൊന്ന് തുറന്ന് കാണണം. ഇനിയെങ്കിലും ഈ ഹൈറിച്ചിൻ്റെ ആളുകൾ, അതായത് ഇത്രയും ആളുകൾ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഒരു സൊസൈറ്റി ആയിട്ട് രൂപീകൃതമാകുമ്പോൾ അതിലേക്ക് എല്ലാവരും വന്ന് പങ്കുചേരുന്നതും ഇതിലെ കസ്റ്റമറായിട്ട് ജോയിൻ ചെയ്തവരും പാർട്ട്നേഴ്സായിട്ട് വർക്ക് ചെയ്തവരും എല്ലാവരും ഒന്നിച്ച് കൂടി നിൽക്കുന്നതും എല്ലാം കാരണം ഹൈറിച്ച് അവരെ പറ്റിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ഇനി അതിൻ്റെ അപ്പുറം പിന്നെ എങ്ങനെയാണ് ബോധിപ്പിക്കേണ്ടതെന്ന് ആർക്കും അറിയില്ല, ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ദയവായിട്ട് നമുക്ക് വേണ്ടി ന്യായവും സത്യവും മനസ്സിലാക്കി എന്തെങ്കിലും ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, നിർത്തുന്നു.